4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുർബാനയെല്ലാം കഴിഞ്ഞ് ഒരു 5-ലൊക്കെ എത്തുന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടായത്. സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നൊരു സമയമായിരുന്നു. കാരണം അന്ന് 4ാം ക്ലാസ്സിൽ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് ഞാനൊരു പാട്ടൊക്കെ പാടി എനിക്ക് സമ്മാനമൊക്കെ കിട്ടി. അതിന് ട്രോഫി അന്ന് അസംബ്ലിക്കാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ആ സന്തോഷമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഓട്ടോയ്ക്ക് പോവുകയാണ്. സാധാരണ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ കൂടെയാണ് പോകാറ്. അപ്പോൾ അന്ന് അവിടെ എന്തോ ഒരു പ്രോഗ്രാമിന് പോയതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഓട്ടോയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് പോയി സ്കൂൾ എത്താറാകുന്നതിന് മുമ്പ് ഒരു കയറ്റമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ഓട്ടോറിക്ഷയുണ്ട്. അത് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകുന്നൊരു ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ആ ഓട്ടോയും ഞങ്ങളുടെ ഓട്ടോയും ഒപ്പം എത്തിയപ്പോഴാണ് കയറ്റത്തിൽ ഇതിൽ നിന്ന് നേരെ ഒരു KSRTC ബസ് സ്പീഡിൽ വരുവാണ്. അപ്പോൾ ഈ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെങ്ങൾ അതിനു മുമ്പ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഞാൻ ഓട്ടോയുടെ സൈഡിലിരിക്കുന്നു. ഇങ്ങോട്ട് വെട്ടിച്ചാൽ ഈ ഓട്ടോയ്ക്ക് തട്ടുവിലോ, നേരെ പോയ ബസ്സുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വലത്തേക്ക് പെട്ടെന്ന് വെട്ടിക്കുകയും ഞാൻ നേരെ തെറിച്ച് ബസ്സിൻ്റെ മുമ്പിലേക്ക് വീണു. KSRTC ബസ്സിൻ്റെ 2 ടയറിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീണ് കിടക്കുവാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓട്ടോറിക്ഷ അപ്പുറത്ത് പോയി മറിഞ്ഞു വീണു. ഞാൻ ബസ്സിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ കണ്ണൊന്ന് ഓർക്കുമ്പോൾ ബസ്സിൻ്റെ അടിഭാഗമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഉടനെ ആൾക്കാരൊക്കെ ഓടി വന്നു, എന്നെ എഴുന്നേൽപ്പിച്ചു. എന്നെ പൊക്കിയെടുത്തുകൊണ്ട് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ബസ് ഒന്നും പറ്റിയില്ല. ബസ് മുട്ടിയിട്ടേ ഇല്ല. ഞാൻ ബസ്സിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, കാലിലും ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ പെട്ടെന്ന് പേടിച്ച് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മൂക്കിന് ചെറിയൊരു പൊട്ടലേ ഉണ്ടായിട്ടുള്ളൂ, ചെറുതായിട്ട് താരെ കുറച്ച് തൊലി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും കൂടെ ആശുപത്രി വരുവാണ്. അപ്പോൾ ആശുപത്രി വന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും ഇവർ സംസാരിക്കുകയാണ്. ഇവർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ആ കൊച്ചിനെ ഒന്ന് കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമാണ്. അതാണ് എനിക്ക് കൂടുതലൊരു ദൈവത്തിൻ്റെ വലിയ കൃപയായിട്ട് തോന്നിയത്. അവർ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി വർഷമായിട്ട് ഈ ബസ് ഓടിക്കുന്നതാണ്. ഇന്നേ വരെ ഞങ്ങൾ ഒറ്റ ചവിട്ടിന് ഈ ബസ് നിന്നിട്ടില്ല. KSRTC ആണല്ലോ, തീർച്ചയായിട്ടും അത് ഒത്തിരി പഴക്കമുള്ളൊരു ബസ്സും കൂടിയാണ്. അപ്പോൾ അവരൊത്തിരി ഗവൺമെൻറ്റിനോടൊക്കെ പറഞ്ഞാണ് ഈ ബസ് നന്നാക്കണം, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും സ്പീഡിൽ വന്നൊരു ബസ് ഇറക്കത്തേൽ ഒറ്റ ചവിട്ടിന് നിന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവർ വിചാരിച്ചു എന്തോ സംഭവിച്ചു, കൊച്ചിൻ്റെ കാറ്റ് തീർന്നു എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ അവർ സമാധാനം പറയാൻ വേണ്ടി വന്നതാണ് ആശുപത്രിയിൽ. എന്നാലാണ് എനിക്കൊന്നും പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. തീർച്ചയായിട്ടും അത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ ഞാൻ തോന്നുകയാണ്. കാരണം അന്ന് യാതൊരുപാന കഴിഞ്ഞ സമയത്ത് തന്നെ യാതൊരുപാനിക്ക് പഠിപ്പിച്ച എൻ്റെ സിസ്റ്റർ ഞാനോട് എല്ലാവരോടും പറഞ്ഞിരുന്നു, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ അന്ന് സിസ്റ്റർ എനിക്കൊരു കൊന്ത തന്നിരുന്നു. ആ കൊന്ത എന്ന് ആ ഓട്ടോയിൽ പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് സിസ്റ്റർ പറഞ്ഞുകൊണ്ടാണോ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മയൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അന്ന് ഏതായാലും കൊന്ത എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. കീശാലും അല്ല, കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം ലഭിച്ചതായിട്ടാണ് ഇന്ന് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്.